കർത്താവിൽ ബഹുമാന്യരെ, ചില ആഴ്ചകൾക്ക് ശേഷമാണ് ഈ നിലയിൽ ഒരു ബൈബിൾ സ്റ്റഡിയുമായി വരുവാൻ ഇടയായത്. കർത്താവിനെ സ്നേഹിക്കുന്ന ചില സഹോദരന്മാര് എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും ഇപ്പോൾ മെസ്സേജുകളൊന്നും കാണുന്നില്ലല്ലോ, എന്ത് സംഭവിച്ചു, എന്തെങ്കിലും അസുഖമാണോ, പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും കൃപയാൽ വലിയ കാര്യത്തെയില്ല. ഈ സെർവിക്കൽ ഡിസ്കിന്റെ അല്പം രൂക്ഷമായ വേദനയും മരവിപ്പ് ഒഴികെ. ഞാൻ ചില ആഴ്ചകൾ വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിൽ വില്ലേജ് ഇവാഞ്ചലിസത്തോട് ബന്ധത്തിൽ ആയിരുന്നു. അവിടെയുള്ള പ്രാദേശിക സുവിശേഷന്മാരുമായി സഹകരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കർത്താവിന്റെ വേലയോട് ബന്ധത്തിലായിരുന്നതുകൊണ്ട് അവിടെ നെറ്റ്വർക്ക് ഇല്ല. ഏതെങ്കിലും നിലയിൽ മൊബൈൽ ഫോണിൽ തന്നെ ഞാൻ മെസ്സേജ് റെക്കോർഡ് ചെയ്താൽ അത് അപ്ലോഡ് ചെയ്യുവാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ അതിനായി പരിശ്രമിച്ചില്ല. പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഓർത്തു പോന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി. ഇന്ന് ഈ നിലയിൽ യാക്കോബിന്റെ ലേഖനത്തിന്റെ പഠന തുടർച്ച മറ്റൊരു എപ്പിസോഡുമായി വരുവാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ചാണ് മുഖവരിയായി കഴിഞ്ഞ ചില പാഠങ്ങൾ നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പഠനം കൊണ്ട്, യാക്കോബിന്റെ ലേഖനത്തിന്റെ പഠനം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്, എന്താണ് അതിൽ നിന്ന് നേടുവാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തില് യാക്കോബ് പഠിപ്പിക്കുന്ന വിഷയം ആത്മിക പക്വത, സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന വിഷയമായതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ആഴമായി ഒന്ന് പരിശോധിക്കുകയും ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക പരിപക്വത പ്രാപിപ്പാൻ എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നാം സ്വയം ശോധന ചെയ്യുകയും ചെയ്യണം. 5 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിന്റെ പഠനത്തിലൂടെ നമുക്ക് നമ്മുടെ ആത്മീക പക്വതയോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ടുള്ളത്. ഒന്നാമത്, നമ്മുടെ ജീവിതത്തിലെ അനിവാര്യതകൾ ഒന്നാണ് നാം കൃപയാൽ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത്. വാസ്തവത്തില് നമ്മുടെ ആത്മീക പക്വതയുടെ ആധാരമായി, അടിസ്ഥാനമായിരിക്കുന്ന വിഷയം നാം കർത്താവിൽ വീണ്ടും ജനിച്ചു എന്നുള്ളതാണ്. യാക്കോബ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വചനത്താൽ അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് പറയുന്നു. യാക്കോബിന്റെ ഈ പ്രസ്താവനയോട് ചേർത്ത്, അതായത് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അവൻ തന്നെ വചനത്താൽ, സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വചനത്തോട് ചേർത്ത് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം കൂടെ ചിന്തിക്കാൻ സാധിക്കും. അവിടെ വായിക്കുമ്പോൾ, നമ്മള് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസും പറയുന്നു. ഇതിന്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്താലാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യ ശിശുവിനെ സംബന്ധിച്ച് അവന്റെ ജനനത്തിന് പിറകിൽ മാതാവും പിതാവുമുണ്ട്. പേരൻസ് എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും കൂടെ ചേർന്നാണ്. നമ്മുടെ ആത്മീക ജനനത്തിനും 2 പേരുണ്ട് മാതാപിതാക്കളായിട്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. ഒരു പിതാവും മാതാവും നമ്മുടെ ശാരീരിക ജനനത്തിന്റെ ഉത്തരവാദിത്വം തുല്യമായി പങ്കിടുന്നത് പോലെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മീക ജനനത്തിന്റെ തുല്യ ഉത്തരവാദികളായി തീർന്നിരിക്കുകയാണ്. നമ്മൾ വാസ്തവത്തില് ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 3-5-6 വാക്യങ്ങൾ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനത്തെക്കുറിച്ച് കർത്താവ് നിക്കോദിമോസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെള്ളം എന്നത് ദൈവത്തിന്റെ വചനത്തെയും ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുകയാകുന്നു. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പാപിയുടെ അല്ലെങ്കിൽ അവിശ്വാസിയുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പാപിയായ മനുഷ്യന്റെ ഹൃദയാന്തർഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം തന്റെ ശക്തിയാൽ വിതയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാപിയുടെ
ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവായ ദൈവം ദൈവവചനം കൊണ്ട് പാപിയായ മനുഷ്യന് പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം നൽകുകയും ആ കുറ്റബോധം ഹേതുവായി പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം മുതലുള്ള വാക്യങ്ങൾ, കൃപയാലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. നാം വാസ്തവത്തില് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, അതായത് വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത് ഒരു അനിവാര്യതയുണ്ട്. ആദ്യത്തെ അനിവാര്യത എന്ന് പറയുന്നത് ആത്മീക പക്വതയിലേക്ക് നാം വരിക എന്നുള്ളതാണ്. അതിന് നിദാനമായി തീർന്നത് നമ്മുടെ വീണ്ടും ജനനമാണ്. രണ്ടാമത്തെ അനിവാര്യത അത് യാക്കോബ് രേഖപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിന്റെ പ്രകാശത്തിൽ സത്യസന്ധമായി വിലയിരുത്തുക എന്നുള്ളതാണ്. ദൈവവചനത്തെ ഒരു കണ്ണാടിയോടാണ് യാക്കോബ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. ഒരു കണ്ണാടിയിൽ ഒരുവന്റെ മുഖം ഉള്ളതുപോലെ കാണുന്നു. അപ്പൊ വാസ്തവത്തില് ഉള്ളതുപോലെ അവന്റെ മുഖം കാണുമ്പോൾ അവന്റെ മുഖത്തിന്റെ രൂപം എന്താണെന്ന് ഈ കണ്ണാടി പ്രതിബിംബിക്കും. പൗരാണിക കാലത്ത് കണ്ണാടി കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ കണ്ണാടി ആദ്യമായി കണ്ടപ്പോൾ തന്റെ മുഖത്തിന്റെ വൈരൂപ്യത കണ്ട് ആ കണ്ണാടി അദ്ദേഹം ഉടച്ചു കളഞ്ഞതായി ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രകൃതി എങ്ങനെയാണ്, ഹൗ വി ലുക്സ് ലൈക്ക്, നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കണ്ണാടി പ്രതിബിംബിക്കും. ദൈവത്തിന്റെ വചനം കണ്ണാടിക്ക് തുല്യമാണ്. അത് നമ്മുടെ ഉള്ള അവസ്ഥയെ നമ്മുടെ മുമ്പാകെ വിവരിച്ച് കാണിക്കും. യാക്കോബ് അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മുടെ യഥാർത്ഥമാകുന്ന അവസ്ഥയെ ഉള്ളതുപോലെ നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശരിയായ നിലയിൽ കാണുവാനും, ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് എവിടെയെങ്കിലും പാടുകളോ കറകളോ ചുളുക്കങ്ങളോ കളങ്കങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളയുവാൻ കണ്ണാടിയുടെ സഹായത്താൽ സാധിക്കുന്ന പോലെ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ തന്നെ ദർശിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നമുക്ക് ദൂരീകരിക്കാനായിട്ട് അത് സഹായമായി തീരുന്നു. മൂന്നാമത്തെ അനിവാര്യത ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവവചനം എന്തു പഠിപ്പിക്കുന്നോ അതിനെ അനുസരിക്കണം. ദൈവവചനം പറയുന്ന കാര്യങ്ങളെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുകയല്ല. വചനം കർക്കശമായി പറയുന്ന കാര്യങ്ങളെ ചോദ്യം കൂടാതെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മൂന്നാമത്തെ എസൻഷ്യലാണ്, അനിവാര്യതയാണ്. ഒന്നാമത്തെ വിഷയം വീണ്ടും ജനനവും അത് മുഖാന്തരമുള്ള സ്പിരിച്വൽ മെച്യൂരിറ്റി. രണ്ടാമത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്താൽ, ദൈവവചനത്താൽ നമ്മുടെ ഉള്ള അവസ്ഥയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. 3, ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുക. യാക്കോബ് 1:22 പറയുന്ന നാം വചനത്തെ കേൾക്കുന്നവരായി മാത്രമല്ല അനുസരിക്കുന്നവരായും കൂടെ ഇരിക്കണം. വചനം കേൾക്കാനും ധാരാളം ആളുകളുണ്ട്. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളിൽ എവിടെ ചെന്നാലും വചനമാണ്. വീട് പ്രവേശനം വചന ശുശ്രൂഷ, സ്നാന ശുശ്രൂഷ വചന ശുശ്രൂഷ, ക്യാമ്പുകള് വചന ശുശ്രൂഷ, വിവാഹം വചന ശുശ്രൂഷ, ശവസംസ്കാരം വചന ശുശ്രൂഷ, കൺവെൻഷനുകൾ വചന ശുശ്രൂഷ, സഭായോഗങ്ങൾ വചന ശുശ്രൂഷ, കോട്ടേജ് മീറ്റിംഗിൽ വചന ശുശ്രൂഷ. നമ്മളിതെല്ലാം കേൾക്കുന്നവരാണ്. എന്നാൽ അതിനെ അനുസരിക്കുന്നവരായിത്തീരുന്നുണ്ടോ എന്നുള്ളത് നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കാനോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കേൾക്കാനോ അതിന് നോട്ട് കുറിച്ചെടുക്കാനോ ആ നോട്ടിനെ കുറിച്ച് അവലോകനം ചെയ്യാനോ ആ എടുത്തയാളിനെ പൂഴ്ത്തി പറയാനോ ഒക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകില്ല. വാസ്തവം ചെയ്യണം, ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നവരായി മാത്രമല്ല അതിനെ അനുസരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായിത്തീരണം. അത് മൂന്നാമത്തെ എസൻഷ്യലാണ്. നാലാമത് പറയുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകളുണ്ട്. ആ പരിശോധനകൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ക്രിസ്തീയ പക്വതയിലേക്ക് വഴി നടത്തേണ്ടതിന് ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളാണ്. അവിടെ യാക്കോബ് തന്നെ പറഞ്ഞിട്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരെ കൊള്ളാവുന്നവരായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. ഈ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീക വർധനയ്ക്കും സ്പിരിച്വൽ മച്യൂരിറ്റിക്കും അനിവാര്യമാകുന്ന മറ്റൊരു ഘടകമാണ്.
ശാരീരികമായ വളർച്ച എന്ന് പറയുന്നത് തന്നെ അത്ര ഈസിയായ ഒരു കാര്യമല്ല. കുശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിന്റെ പരീക്ഷ നിരീക്ഷണങ്ങളിൽ കൂടി യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും മനുഷ്യൻ പ്രയാണം ചെയ്യുന്നു. ഇതിന്റെ മധ്യത്തിൽ ഒരുപാട് പരാജയങ്ങളും വിധിയെന്ന് നാം പറയുന്ന അനുഭവങ്ങളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാം അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ആ അനുഭവത്തിലൂടെ നമ്മൾ ശാരീരികമായിരിക്കുന്ന പക്വതയിലേക്ക് പ്രവേശിക്കുന്നു. ഇതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ തന്റെ ആത്മീയ ജീവിതത്തിന്റെ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യത്തിലൂടെ കൗമാരാവസ്ഥയിൽ വന്ന് യൗവനാവസ്ഥയിൽ കൂടി കടന്ന് തികഞ്ഞവരായി, അല്ലെങ്കിൽ ക്രിസ്തുവെന്ന് തലയോളം വളർന്നവരായി ആത്മീക പക്വതയിലേക്ക് നടന്ന് എടുക്കുന്നു. അങ്ങനെ നടന്നെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ 4ാമത്തെ അനിവാര്യതയാണ്. 5ാമതായി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ആത്മീക വളർച്ച എന്ന് പറയുന്നത് ദൈവവചനം കൊണ്ട് നമ്മൾ അളക്കണം. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം കൊണ്ട് നമ്മളെ അളക്കരുത്. മറ്റൊരാളുടെ ജീവിതം കൊണ്ട് നമ്മളെ അളക്കുമ്പോൾ ആ ആളിന്റെ ജീവിതത്തിലെ ന്യൂനതകളോ നന്മകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുന്നു. നമ്മളെ ദൈവത്തിന്റെ വചനം കൊണ്ട് അളക്കുക. അങ്ങനെ ദൈവത്തിന്റെ വചനം കൊണ്ട് അളക്കുമ്പോൾ വാസ്തവത്തില് നമ്മൾ എവിടെ നിൽക്കുന്നു, എത്രത്തോളം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഈ സ്റ്റഡി ഇവിടെ നിർത്തട്ടെ. യാക്കോബിന്റെ ലേഖനത്തിന്റെ ഈ പഠനം ഒരു നല്ല പഠനമായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 5 അനിവാര്യതകൾ: 1, ആത്മീക പക്വതയുടെ 1ാമത്തെ പടിയായ വീണ്ടും ജനന അനുഭവം. 2, ദൈവവചനം നമ്മുടെ ഉള്ള അവസ്ഥയെ നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള അവസരം. 3, ദൈവവചനത്തെ ദൈവം നമുക്ക് എന്തെല്ലാം പഠിപ്പിക്കുന്നു അതിനെയെല്ലാം അനുസരിക്കാനുള്ള ദൈവികമായ നിർദ്ദേശം. 4, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷകൾ, അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടുള്ളത്. 5, നമ്മുടെ ജീവിതത്തെ ദൈവവചനം കൊണ്ട് തന്നെ അളന്നു നോക്കി നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള ആത്മീകമായ പരിജ്ഞാനം. ഇങ്ങനെയുള്ള സാധ്യതകൾ ഈ പഠനത്തിലൂടെ നമുക്ക് സാധിക്കും. കർത്താവ് അനുവദിച്ചാൽ അതിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലേഖനത്തിന്റെ വചനഭാഗങ്ങൾ, അതിന്റെ എക്സ്പോസിഷൻ ചിന്തിക്കാം. അതുവരെയും ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ ധന്യരാക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.